ആവേശം അവതരിക്കുകയാണ്. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ക്ലബിന്റെ സെക്രട്ടറി വിമോചനം ക്ഷണിക്കുന്നു. ആവേശം അവതരിക്കുകയാണ്. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ക്ലബിന്റെ സെക്രട്ടറി വിമോചനം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയമുള്ള ഫുട്ബോൾ പ്രേമികളെ, എവർഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ചിരിക്കുന്ന ആൾ കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു പ്രസംഗത്തിനൊന്നും തന്നെ മുതിരുന്നില്ല. ഈ സമയം എല്ലാവരും കളി കാണാൻ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഈ സോക്കർ പാസിന് എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. എവർഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കേരളത്തിലെ തന്നെ ഏറ്റവും വിപുലമായ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. കോവിഡ് അടിക്കുന്ന ആയിരക്കണക്കാകുന്ന ഫുട്ബോൾ പ്രേമികൾക്ക് വേണ്ടി ഈ ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ആരാധന MLA, വേദിയിലുള്ള പ്രിയമുള്ളവരെ, ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഫുട്ബോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം എവർഷൈൻ വീണ്ടും അരങ്ങത്തേക്ക് കൊണ്ടുവരികയാണ്. നമുക്കറിയാം, കൊല്ലം തീർച്ചയായിട്ടും അവിടെയാണ് നമ്മളുടെ ഫുട്ബോളിന്റെ വികാരം. ഈ നാട് എവർഷന്റെ നേതൃത്വത്തിൽ ഒരു വലിയ മാമാങ്കമായി തുടക്കം കുറിച്ചു. നിരവധി പേരുടെ അക്ഷീണ പ്രവർത്തനം. ഒരുപക്ഷെ കണക്ക് പരിശോധിക്കുമ്പോൾ പുറത്തു നിന്ന് കാണുന്ന ഒരാളെന്ന നിലയിൽ 9-10 ലക്ഷം രൂപ ഈ ഒരു മാമാങ്കത്തിന് വേണ്ടി ചെലവ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ കടമെല്ലാം നികത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് 2 ടീഷർട്ട് ഈ ലക്കി കൂപ്പണുകളെടുത്ത് ഞങ്ങളുമായി സഹകരിക്കണമെന്ന് വിനീതമായി അറിയിക്കുന്നു. മത്സരത്തിന്റെ 2ാം പകുതി ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യ പകുതി പിന്നിട്ടപ്പോൾ പൾസ് കോട്ടയം 1 ഗോളിന് മുന്നിട്ട്. 2ാം പകുതി കാണികളുടെ കയ്യടിയാണ്. ഈ മത്സരം കൃത്യം 5:45 തന്നെ തുടങ്ങുന്നതാണ്. മത്സരം കാണുവാനും കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും നിങ്ങളെവരെയും ചെയ്തിരിക്കുന്ന പൾസ് കോട്ടയവും ഹസീം ആൻഡ് നസീം സീം മോട്ടോഴ്സ് സാന്തി ജംഗ്ഷൻ സ്പോൺസർ ചെയ്തിരിക്കുന്ന ട്രിപ്പിൾസ് കോഴിക്കോട് തമ്മിൽ 3ാം കുതി 2 ടീഷർട്ട് ഈ ലക്കി കൂപ്പണുകളെടുത്ത് ടൂർണമെന്റിന്റെ പരിപൂർണമായ വിജയത്തിന് ഞങ്ങളുമായി സഹകരിക്കണമെന്ന് വിനീതമായി അറിയിക്കുന്നു. അതിമനോഹരമായ ചെയ്തിരിക്കുന്നത് ലോസ്റ്റിക് സ്റ്റോർ കരിക്കോട് സഹകരിക്കണമെന്ന് വിനീതമായി അറിയിക്കുന്നു.
20 രൂപ നിരക്കിൽ ലക്കി കൂപ്പണുകൾ കൊണ്ടുവരുന്നതാണ്. ഈ ലക്കി കൂപ്പണുകൾ എടുത്ത് ടൂർണമെന്റ് വിജയത്തിലേക്ക് ഞങ്ങളുമായി സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. ഇന്നത്തെ ലക്കി കൂപ്പൺ വിജയികൾക്ക് ഒന്നാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് MS മൊബൈൽ കരിക്കോട്, രണ്ടാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലോസ്റ്റിക് സ്റ്റോർ കരിക്കോട്, മൂന്നാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സെയ്തൂൻ ചന്ദനത്തോപ്പ്, നാലാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മണീസ് ടെക്സ്റ്റൈൽസ് മൂന്നാംകുറ്റി. ഒരു കൂപ്പറാ എട് ഒരു കൂപ്പർ ഒന്നാടോ എവർഷി നാഷണൽ സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ച സോക്കർ പാസ് 2024 ആവേശോജ്വലമായ ഈ ഫുട്ബോൾ മത്സരം, ജനസാഗരങ്ങളെ സാക്ഷിയാക്കി നടക്കുന്ന ഈ ഫുട്ബോൾ മത്സരത്തിന്റെ ആദ്യ പകുതി കഴിയുമ്പോൾ 1-നെതിരെ 2 ഗോളുകൾക്ക് പൾസ് കോട്ടയം മുന്നിട്ട് നിൽക്കുന്നു. ലക്കി കൂപ്പണുമായി പോയിട്ടുള്ള എല്ലാ മെമ്പേഴ്സും ഈ മൈക്രോയിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. ഈ ടൂർണമെന്റിൽ 2ാം ദിവസമായി നാളെ മത്സരിക്കുന്നു MFC മാടന്നടയും ഈ ഗ്രൗണ്ടിന്റെ പുറത്തു പോകുന്ന ബോളുകൾ ക്ലബ് മെമ്പേഴ്സ് കളക്ട് ചെയ്യേണ്ടതാണ്. ക്ലബ് മെമ്പേഴ്സിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ ഗ്രൗണ്ടിന് പുറത്തു പോകുന്ന പന്തുകൾ കൂപ്പണുമായി പോയിട്ടുള്ള ക്ലബിന്റെ മെമ്പേഴ്സ് എത്രയും പെട്ടെന്ന് ഈ മൈക്രോയിൽ ലക്കി കൂപ്പണിൽ എത്തിക്കേണ്ടതാണ്. ഒന്നാം സമ്മാനമായി MS മൊബൈൽ കരിക്കോട് സ്പോൺസർ ചെയ്യുന്ന ഒരു മൊബൈൽ ഫോണും, രണ്ടാം സമ്മാനമായി ലോഫ്റ്റിക് സ്റ്റോർ കരിക്കോട് സ്പോൺസർ ചെയ്യുന്ന ഒരു ബൂട്ടും, മൂന്നാം സമ്മാനമായി സൈതൂൺ ചന്ദനത്തോപ്പ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫുൾ അൽഫാം മന്തിയും, നാലാം സമ്മാനമായി മണീസ് ഫാഷൻ മൂന്നാംകുട്ടി സ്പോൺസർ ചെയ്യുന്ന 2 ടീഷർട്ടുകളും ഇന്നത്തെ ലക്കി കൂപ്പൺ വിജയികൾക്ക് സമ്മാനമായി നൽകുന്നു. ഈ ടൂർണമെന്റിന്റെ വിജയത്തിനായി ലക്കി കൂപ്പണുകളോട് നിങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റഫറിയുടെ ശ്രദ്ധയ്ക്ക് ലക്കി കൂപ്പൺ ഞാർക്കടുപ്പിലേക്ക് ഒരു ചെറിയ സമയം തരണമെന്ന് അനുവദിക്കേണ്ടതാണ്.
റഫറിയുടെ ശ്രദ്ധയ്ക്ക് ലക്കി കൂപ്പൺ ഞെരുക്കടിലേക്ക് ഒരു ചെറിയ മൂന്നാം സമ്മാനം 9980. മൂന്നാം സമ്മാനം 9980. സമ്മാനം ഇന്നത്തെ മത്സരം അവസാനിക്കുമ്പോൾ സ്റ്റേജിൽ വെച്ച് നൽകുന്നതാണ്. ഈ 4 വിജയിക്കുള്ള സമ്മാനവും ഇന്നത്തെ മത്സരം അവസാനിക്കുമ്പോൾ സ്റ്റേജിൽ വെച്ച് നൽകുന്നതാണ്. ഇന്നത്തെ ലക്കി കൂപ്പൺ വിജയി 4ാം സമ്മാനം മുജാഹിദ്. ഇന്നത്തെ ഈ ടൂർണമെന്റിലെ ഈ ടൂർണമെന്റിലെ